Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU BTech 2024 സ്കീം മാത്സ് ഗ്രൂപ്പ് എ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂൾ 2 ആണ് ടോപ്പിക്. Find and sketch the level curve of the function f of x comma y x square plus y square passing through the point 2 comma 0. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. തന്നിരിക്കുന്ന പോയിന്റിലെ ഈ ഫംഗ്ഷന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. എഫ് ഓഫ് 2,0 എന്ന് പറയുന്നത് 4 ആണ്. ലെവൽ കർവ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു കെ ആണ്. നമുക്ക് ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന പോയിന്റിലെ ഈ ഫംഗ്ഷന്റെ വാല്യൂ 4 ആണ്. കെ ഈക്വൽ ടു 4. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ആണ് കർവിന്റെ ഇക്വേഷൻ. This equation represents a circle with a circle centered at origin and with a radius 2. സർക്കിൾ വരയ്ക്കുക, സെന്റർ അറ്റ് ഒറിജിൻ, റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. ലെവൽ കർവ്. Find the values of dou f by dou x and dou f by dou y at the point 4 minus 5 if f of x comma y equal to x square plus 3xy plus y minus 1. നമുക്ക് എന്തൊക്കെ കാണണം? ഡോ എഫ് ബൈ ഡോ എക്സ് കാണണം, ഡോ എഫ് ബൈ ഡോ വൈ കാണണം. 4 മൈനസ് 5 എന്ന് പറയുന്ന പോയിന്റിൽ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരും? 2x പ്ലസ് 3y വരും. ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് ദ പോയിന്റ് 4 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എക്സിന് 4ഉം വൈക്ക് മൈനസ് 5ഉം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 8 മൈനസ് 15 ഈക്വൽ ടു മൈനസ് 7. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 3xy പ്ലസ് y മൈനസ് 1. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഇത് എക്സ് സ്ക്വയറിൽ y ടൈം ഇല്ല, അപ്പോൾ 0. 3 into x വരും. y യുടെ കോഎഫിഷ്യന്റ് x. y നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 വരും. 3x plus 1. 3x plus 1 ആണ് ഡോ എഫ് ബൈ ഡോ വൈ. അറ്റ് ദ പോയിന്റ് 4 കോമ മൈനസ് 5 എന്ന് പറഞ്ഞാൽ 3 into plus 4 plus 1 that is 13. 12 plus 1 13 ആണ് ആൻസർ. Find limit x comma y tends to 0 comma 0 x square minus xy divided by root x minus root y. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റൂട്ടിന്റെ ടേം കളയാൻ വേണ്ടി ഇതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോർമാറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എ റൂട്ട് എക്സ് ആയ കാരണം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് വരും, റൂട്ട് വൈയുടെ സ്ക്വയർ വൈ വരും. Then x minus y കട്ടായി പോവും. ലിമിറ്റ് x tends to y x comma y tends to 0 comma 0 x into root x plus root y. x ന് 0 കൊടുക്കുക, y ക്ക് 0 കൊടുത്ത ആൻസർ 0 ആണ് കിട്ടുന്നത്. ലിമിറ്റിന്റെ വാല്യൂ 0 ആണ്. Show that f of x comma y equal to 2xy divided by x square plus y square where x comma y not equal to 0 comma 0 and 0 where x comma y equal to 0 comma 0 is continuous at every point except at the origin. അപ്പോൾ തന്നിരിക്കുന്ന നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 0 0 എന്ന് പറയുന്ന പോയിന്റ് ഒഴികെയുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണ ഒരു പോയിന്റിൽ x നോട്ട് y നോട്ട് എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റത്തേത് ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ദെൻ ആ പോയിന്റിൽ ലിമിറ്റ് കൺസിഡർ ചെയ്താൽ എടുത്തു കഴിഞ്ഞാൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ആവണം. ആ ലിമിറ്റ് എക്സിസ്റ്റ് ആവാൻ മാത്രമല്ല അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ആയിരിക്കണം. ഇങ്ങനെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുള്ളൂ. ഇപ്പൊ നോക്കൂ, ഇതിലെ ഏതൊരു വാല്യൂ, ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ് അല്ലെ, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉള്ള റാഷണൽ ഫംഗ്ഷൻ ആണ്. ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സിനും വൈക്കും ഏത് വാല്യൂ അതർ ദാൻ 0 ഒഴികെയുള്ള ഏത് വാല്യൂ കൊടുത്താലും അതിന് എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. കാരണം എക്സിന്റെ നെഗറ്റീവ് വാല്യൂ വന്നാലും അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. ഇവിടെ നെഗറ്റീവ് വാല്യൂ കൊടുത്താലും വൈക്ക് നെഗറ്റീവ് കൊടുത്താലും സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. രണ്ടും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും എക്സിസ്റ്റ് ആവും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ഡിഫൈൻഡ് ആണ് എന്നുള്ളത്. പിന്നെ ലിമിറ്റ് കൊടുത്താലും അത് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് അതിന്റെ വാല്യൂ തന്നെയായിരിക്കും. പക്ഷേ 0 0 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ അറ്റ് ദ ഒറിജിൻ എഫ് ഓഫ് 0 0 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഇനി y ഈക്വൽ ടു mx എന്നുള്ള പാത്ത് കൺസിഡർ ചെയ്യാം. ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 കോമ 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിലെ വൈക്ക് mx സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി
അപ്പോൾ എല്ലാം എക്സിൻ്റെ ടേമിലായി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആയി. ദാറ്റ് ഈസ് 2m എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തപ്പോൾ 1 പ്ലസ് എം സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ വന്നു. ഈ എക്സ് സ്ക്വയർ കട്ടായി. ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്താണ്? 2m ബൈ 1 പ്ലസ് എം സ്ക്വയർ. അതായത് എമ്മിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ലിമിറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ലോപ്പ് എം ഓഫ് ദ പാത്ത്. അപ്പോൾ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് 0 0. ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് എക്സെപ്റ്റ് പോസിബിലി അറ്റ് ദ ഒറിജിൻ. ഓക്കെ. Find dy by dx if y square minus x square minus sin xy equal to 0. Differentiate here both sides with respect to x. That is 2y dy by dx minus 2x. Sin ന്റെ ഡിഫറൻഷ്യൽ കോസ് ആണ്. cos xy ഇൻറ്റു എക്സ് വൈനെ ചെയ്ത പ്രൊഡക്റ്റ് റൂൾ x ഇൻറ്റു dy by dx പ്ലസ് y ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് 2y dy by dx മൈനസ് 2x എക്സ് കോസ് വൈ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത എക്സ് കോസ് എക്സ് വൈ dy by dx മൈനസ് y cos xy equal to 0. dy by dx ന്റെ ടേംസ് ക്ലബ് ചെയ്താൽ 2y മൈനസ് എക്സ് കോസ് എക്സ് വൈ ഇൻറ്റു dy by dx ഈക്വൽ ടു മൈനസ് 2x ഇവിടെ പോയാൽ ആർ എച്ച് എസിലേക്ക് 2x മൈനസ് y cos xy ആർ എച്ച് എസിലെ പ്ലസ് y cos xy. dy by dx ഈക്വൽ ടു 2x പ്ലസ് y cos xy ഡിവൈഡഡ് ബൈ 2y മൈനസ് x cos xy. ഇതാണ് ഫൈനൽ വാല്യൂ. Using chain rule to find out dz by dt where z equal to 3x square y cube, x equal to t raised to 4, y equal to t raised to 4. ചെയിൻ റൂൾ പ്രകാരം dz by dt കണ്ടുപിടിക്കണം. z എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്, എക്സും വൈയും ടിയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ചെയിൻ റൂൾ പ്രകാരം എന്ത് എഴുതാം? dz by dt equal to dou z by dou x into dx by dt plus dou z by dou y into dy by dt ആണല്ലോ. അതായത് സെഡ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണ്. അപ്പോൾ ആദ്യം എക്സിൻ്റെ ടേംസ് എടുത്തു. ഈ എക്സ് എന്തിൻ്റെ ഫംഗ്ഷനാണ്? ടിയുടെ ഫംഗ്ഷൻ. പ്ലസ് സെഡ് വൈയുടെ ഫംഗ്ഷൻ കൂടിയാണ്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ പാർഷ്യൽ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഡോ ഇൻറ്റു വൈ എന്ന് പറയുന്നത് ടിയുടെ ഫംഗ്ഷനാണ്, ഡി വൈ ബൈ ഡി ടി. ദെൻ സെഡ് ഇതിനെ 3x സ്ക്വയർ വൈ ക്യൂബ്. നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് കാണണം, ഡോ സെഡ് ബൈ ഡോ വൈ കാണണം, ഡി എക്സ് ബൈ ഡി ടി കാണണം, ഡി വൈ ബൈ ഡി ടി കാണണം. അത് ഓരോന്നായി കണ്ടുപിടിക്കാം. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3x സ്ക്വയർ വൈ ക്യൂബ് ആണ്. 3x സ്ക്വയർ വൈ ക്യൂബ് ആണ്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ത് വരും? 6x വൈ ക്യൂബ്. ഡോ സെഡ് ബൈ ഡോ വൈ 9x സ്ക്വയർ വൈ സ്ക്വയർ. t4 e raised to 4 എന്ന് പറഞ്ഞാൽ 4t ക്യൂബ്. ഇത് 4t ക്യൂബ് ഡി വൈ ബൈ ഡി ടി. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 6x വൈ ക്യൂബ് ഇൻറ്റു 4t ക്യൂബ് പ്ലസ് 9x സ്ക്വയർ വൈ സ്ക്വയർ 4t ക്യൂബ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം 6 ഇൻറ്റു 4 24 ആവും. ടി ചെയ്തിട്ട് പവർ ആഡ് ചെയ്താൽ 4 പ്ലസ് 12 16 പ്ലസ് 3 19. ഇവിടെ 8 പ്ലസ് 8 16 പ്ലസ് 3 19. ടി റെസ്റ്റ് ടു 19നും അപ്പോൾ പവർ നെയ്സ് സെയിമായ കാരണം 24ഉം 36ഉം ആഡ് ചെയ്താൽ 60 ടി റെസ്റ്റ് ടു 19 ആണ് ഡി സെഡ് ബൈ ഡി ടിയുടെ ആൻസർ. Find all the second order partial derivative of the function f of x comma y equal to log x square plus y square. അപ്പോൾ ഫംഗ്ഷൻ അത് പറയുന്നത് log x square plus y square ആണ്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുക. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 1 by x square plus y square into 2x. ദാറ്റ് ഈസ് 2x by x square plus y square. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് വൈ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 2y by x square plus y square. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ്? എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 2x by x square plus y square. ഇവിടെ നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡെറിവേറ്റീവ് അല്ല ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. അതാണ് കോഷ്യൻ റൂൾ. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 2y സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി അതേപോലെ നമുക്ക് എഫ് വൈ വൈ കാണാം. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ 2y by x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതിനെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്താൽ denominator into derivative of numerator minus numerator into derivative of denominator divided by denominator the whole square. That simplify ചെയ്യുമ്പോൾ 2x square minus 2y square divided by x square plus y square the whole square വരും. Then f x y എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ.
that is dou by dou x of 2y by x square plus y square. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയ കാരണം 2y കോൺസ്റ്റന്റ് ആണ്. 1 by x എന്ന് പറഞ്ഞാൽ -1 x square മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു -2. ദെൻ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ നടത്തിയാൽ 2x. അപ്പോൾ -2 into 2 4xy divided by x square plus y square the whole square. Similarly fyx എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ടേം കോൺസ്റ്റന്റ് ടേം ആണ്. എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് 1 by x എന്നുള്ള ഫോർമാറ്റ് ആണ്. 1 by x-ന്റെ ഡെറിവേറ്റീവ് -1 by x square ആണ്. ദാറ്റ് ഈസ് -1 by x എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഓൾ റേസ് ടു -2 1 by എന്നല്ലേ, അത് പകരം ഓൾ റേസ് ടു -2 എന്ന് എഴുതി. 2x-നെ കോൺസ്റ്റന്റ് ടേം മെസ്സേജ് അങ്ങനെ എഴുതി. വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y വന്നു, which is equal to -4xy divided by x square plus y square all raised to 2. അപ്പോൾ നമ്മൾ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടുപിടിച്ചു തന്നിരിക്കുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, പിന്നെ പാർഷ്യലി സെക്കൻഡ് ഡെറിവേറ്റീവ്സും കണ്ടു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മൊഡ്യൂൾ 2-ലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പ്രോബ്ലംസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.